പി എസ് സുനിൽ, അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അന്തിമ റിപ്പോർട്ടാണ് ഇന്ന് കൊടുത്തത്. ഇനി കുറ്റപത്രം കൊടുത്താൽ മതി. കുറ്റപത്രം ഏറെക്കുറെ തയ്യാറായിരിക്കുന്നു. അപ്പോഴാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം കോടതിയുടെ ഉത്തരവുകളിൽ 2025 ഈ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയതും സംശയനിഴലിൽ തന്നെയാണ് നിർത്തിയിരുന്നത്. പി എസ് പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിനെയും കോടതി പല ഘട്ടങ്ങളിലും സംശയത്തിന് മുകളിൽ തന്നെ നിർത്തിയിരുന്നു. ഇന്നിപ്പോൾ SIT അത് ശരിവെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വൻ സ്രാവുകളിലേക്കാണോ അന്വേഷണം? ഈ കേസിൻ്റെ അന്വേഷണം കൂടുതൽ വിശാലമാക്കിയിരിക്കുന്നു SIT എന്നുള്ളതാണ്. അതായത് 2019 നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള, ആ 2019 നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയാണ് 2025 അവിടുന്ന് ദ്വാരപാലക ശില്പങ്ങളിലും അതുപോലെ തന്നെ കട്ടളപ്പാളിയും ഒക്കെ തന്നെ ഇളക്കി കൊണ്ടുപോയത് എന്ന നിലയിലേക്ക് SITയുടെ അന്വേഷണ പരിധി വരുമ്പോൾ തീർച്ചയായും കൂടുതൽ വിശാലമായി വല വിരിക്കുകയാണ് SIT. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയാണ്. ആ കേസിലാണ് ഇപ്പോൾ പ്രശാന്തിന് പ്രതി ചേർത്തിരിക്കുന്നത്. പുതിയ ഭരണസമിതി 2023 നിലവിൽ വന്നിട്ടുള്ള ഭരണസമിതി കൂടി ഈ കേസിൻ്റെ ഭാഗമാകാൻ പോകുന്നത്. അങ്ങനെ 3 കേസുകളായി മാറുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. പക്ഷേ ഇതിൽ ഇനി വലിയ സ്രാവുകൾ ഈ കേസിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അത്ര വലിയ സ്രാവുകളൊന്നുമില്ല. ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി പ്രവർത്തിച്ചത്, ഗൂഢാലോചന നടത്തിയത് ആരാണ് എന്നത് നമുക്ക് ഈ 3 കേസുകൾ പരിശോധിച്ചാൽ തന്നെ വളരെ വ്യക്തമാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര്, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ള ചില മാഫിയ സംഘങ്ങൾ, പിന്നെ ഈ സ്വർണം വാങ്ങിയെന്ന് പറയുന്ന ആൾ, സ്വർണം പൂശിയെന്ന് പറയുന്ന ആൾ, ഇവരൊക്കെ തമ്മിൽ ചേർന്നിട്ടുള്ള വലിയൊരു ഗൂഢസംഘം, മാഫിയ സംഘം. അവർ ഈ ദേവസ്വം ബോർഡിനെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ സ്വർണ്ണക്കൊള്ളയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണോ അയോധ്യയിൽ ഇപ്പോൾ അവിടുത്തെ സംഭാവന തട്ടിപ്പ് പുറത്തു വരുന്നത്, ആ രീതിയിൽ തന്നെയുള്ള മറ്റൊരു തട്ടിപ്പ് അവിടുത്തെ തന്ത്രി തന്നെ, ഇപ്പോൾ ശബരിമലയിലാണെങ്കിൽ തന്ത്രി തന്നെ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. സ്പോൺസർ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറിക്കൂടി അവിടെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അവരുടെ വിശ്വാസ്യത ആർന്ന് ഇപ്പോൾ ഈ പ്രശാന്ത് 2023 നവംബറിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്ന തരത്തിലേക്ക് അദ്ദേഹം സൗഹൃദം ദൃഢപ്പെടുത്തുകയാണ്. അങ്ങനെ വിശ്വാസം ആർജിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നിലയിൽ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ള, ഏതായാലും ഈ കേസിൽ നമുക്കറിയാലോ, നമ്മൾ നേരത്തെയൊക്കെ തന്നെ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തപ്പോഴൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശബരിമലയിൽ സ്വർണം കട്ടവർ കുടുങ്ങണം, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ കേസിൻ്റെ ഭാവി സംബന്ധിച്ച് എനിക്കിപ്പോഴും ആശങ്കയുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കേസിൽ ഇപ്പോഴും ഇതിൻ്റെ പൂർണ്ണമായി തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനതയാണ്. ഈ കേസിൽ ഇനി SIT എന്തൊക്കെ പറഞ്ഞാലും ഈ കേസിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെ പോയി എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു കണ്ടെത്തലിലേക്ക് ഇതുവരെ SITക്ക് എത്താനേ സാധിച്ചിട്ടില്ല. കണ്ടെത്തിയെന്ന് പറയുന്ന ചെറിയ സ്വർണം ഇപ്പോഴും പരിശോധനകളിലാണ്. അപ്പോൾ ആ സ്വർണം തന്നെയാണോ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു നിരീക്ഷണത്തിലേക്ക് ഇതുവരെ SITക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ അന്വേഷണത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന വലിയൊരു വിടവാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വർണം തട്ടിയെടുത്തു എന്ന് പറയുന്ന ആളുകളെ ഈ കേസിൽ പ്രതിയാക്കുക, ഈ കേസിൽ അവരെ ശിക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് SITക്ക് പോകാൻ കഴിയുക? അവിടെയാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന കാര്യം എങ്ങനെ നിലനിൽക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് ഈ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ എത്രയോ കാലമായി ശബരിമലയിൽ തുടരുന്ന ഒരു വലിയ കൊള്ളയാണ്, സ്വർണം തട്ടിപ്പാണ്. ഇത് ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണം മോഷണം മാത്രമാകണമെന്നില്ല. മറ്റു തരത്തിലൊക്കെ തന്നെ വലിയ കൊള്ള ശബരിമല കേന്ദ്രീകരിച്ച് എത്രയോ കാലമായി നടക്കുന്നുണ്ട്. അവിടെ ഇവരെയൊക്കെ കയറ്റിയവർ ആരൊക്കെയാണ് എന്നുള്ളത് കൂടി അന്വേഷിച്ചാൽ അതും വലിയ ഒരു അന്വേഷണത്തിൻ്റെ സ്കോപ്പായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തന്ത്രിയുടെ പ്രത്യേക മുറി, അതായത് ഈ സന്നിധാനത്ത് തന്ത്രി ഇരിക്കുന്ന പ്രത്യേക മുറിയിൽ അവിടെ ഒരുപാട് ആളുകൾ വന്ന് നൽകുന്ന പണത്തിനൊന്നും ഒരു കണക്കുമില്ല. നെറ്റിയിൽ 1 രൂപ കോയിൻ ഒട്ടിച്ചു കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു. അതൊന്നും ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല എന്നുകൂടിയുണ്ട്. അപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ചായാലും ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായാലും നടക്കുന്ന സംഭാവനയുടെ കാര്യത്തിലായിക്കോട്ടെ, അവിടെ വരുന്ന പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കൃത്യമായ നിരീക്ഷണവും അന്വേഷണവും ഒരു സംവിധാനവും ഒക്കെ തന്നെ വേണം. ഏതായാലും ശബരിമലയുടെ കാര്യത്തിൽ 2 ദേവസ്വം ബോർഡുകൾക്കും സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഉറപ്പാണ്. അതിപ്പോൾ പത്മകുമാറിൻ്റെ കാലത്തായിക്കോട്ടെ, ഇപ്പോൾ എൻ പ്രശാന്തിൻ്റെ കാലത്തായിക്കോട്ടെ, അവിടെ സിസ്റ്റത്തിൽ വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2025 ഈ
തട്ടിയെടുക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന സ്വർണത്തിൻ്റെ ഈ നിറം മങ്ങിയപ്പോൾ അത് വീണ്ടും സ്വർണം പൂശണം എന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുമ്പോൾ അത് വീണ്ടും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചില്ല എന്ന് എൻ പ്രശാന്ത് പറയുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യത്തിലാണ് കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു പ്രശ്നമുണ്ടായി. കോടതിയെ അറിയിച്ചില്ല. കോടതിയെ മുൻകൂട്ടി അറിയിക്കണം എന്ന 2023 ഉത്തരവുണ്ടായിട്ട് അത് പാലിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെയാണ് നേരത്തെ 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അതിൽ സ്വർണമുണ്ട് എന്നുള്ളത് മറച്ചു വെച്ചു, അവിടെ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു. അപ്പോൾ സ്വർണമുണ്ടെങ്കിൽ അവിടെ ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്, അതായത് അവർ പറയുന്ന ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. സ്വർണമുണ്ടെന്ന് വന്നാൽ ഇത് പുറത്തു കൊണ്ടുപോയി പൂശാൻ പറ്റില്ല, അത് ദേവൻ്റെ സ്വത്തായതുകൊണ്ട് അവിടെ തന്നെ വെച്ച് സ്വർണം പൂശണം. അപ്പോൾ അവിടെ ഒരു സാങ്കേതിക പ്രശ്നമാണ്. അപ്പോൾ ആ സാങ്കേതിക പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത് നേരെ ചെമ്പ് പാളിയാണ് എന്ന് എഴുതി ചേർത്തു. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ എന്തിനാണ്, അതായത് നിയമവിരുദ്ധമായി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഈ സ്വർണം കട്ടതിൻ്റെ അല്ലെങ്കിൽ കൊള്ള നടത്തിയതിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഈ പറയുന്ന തന്ത്രിയുടെയും അതുപോലെ വരുന്ന സ്പോൺസറുടെയും ഇതുപോലെ വരുന്ന തട്ടിപ്പുകാരുടെയും ഒക്കെ തന്നെ പറച്ചിലുകൾ, അവരുടെ അവകാശവാദങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വസിച്ച് ഉദ്യോഗസ്ഥരായാലും ദേവസ്വം ബോർഡ് അംഗങ്ങളായാലും പ്രസിഡന്റ് ആയാലും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള വിട്ടുവീഴ്ചകൾ, നിയമവിരുദ്ധമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഊരാക്കുടുക്കായി മാറുന്നത്. ഏതായാലും ഇത് അന്വേഷണം ശക്തമായി തുടരട്ടെ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഇത് വിശാലമായ വലിയൊരു ഗൂഢാലോചനയാണ്, വലിയൊരു തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ രാഷ്ട്രീയ വൃന്ദങ്ങളിൽ നിന്നൊക്കെ തന്നെയുള്ള ആളുകൾ ശബരിമലയിൽ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി ഇവരെ ഉപയോഗിച്ചു എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും തന്ത്രിയിലുമൊക്കെ ഗോവർദ്ധനിലുമൊക്കെ അടങ്ങുന്നതാണ്, ഉൾക്കൊള്ളുന്നതാണ് ഈ സ്വർണ്ണക്കൊള്ള എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴും ഉള്ളൊരു പ്രതീക്ഷ. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ കുടുങ്ങേണ്ടവർ കുടുങ്ങട്ടെ. അതിനിപ്പോൾ അയോധ്യയിലായാലും ശബരിമലയിലായാലും ജനങ്ങളുടെ വിശ്വാസമാണ്, അവരുടെ വിശ്വാസമാണ് ഈ സംഭാവനയായി ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ എത്തുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ യഥാർത്ഥ പ്രതികൾ കുടുങ്ങുന്നതിലേക്ക് അന്വേഷണം പോകട്ടെ എന്നാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. Meet the editors.